Hi dear friends, welcome to Kerala MechTech. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിശ്വാസംസകൾ. നമ്മുടെ അടുത്തുള്ളത് വോക്സ്വാഗൻ്റെ പോളോയാണ്. പോളോ 1.2 TDI വേരിയൻ്റ് ആണുള്ളത്. ഈ ഒരു കാറിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 5 മിനിറ്റ് ഓടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് സഡനായിട്ട് അങ്ങ് ഓഫായി പോകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരമായിരിക്കും ചിലപ്പോൾ ഇതങ്ങ് സഡനായിട്ട് ഓഫായി പോവുക. പിന്നെ നമ്മൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ട് ആകത്തില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് ട്രൈ ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. വീണ്ടും ഒരു 5 കിലോമീറ്റർ ഓടും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഓടും, അത് കഴിഞ്ഞ് വണ്ടി വീണ്ടും ഓഫായി പോകും. ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഇഷ്യൂ. അത്യാവശ്യം എന്നെക്കുറിച്ച് ചുറ്റിച്ചൊരു കംപ്ലൈൻ്റ് ആണ്. നമുക്കപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ കസ്റ്റമറിൻ്റെ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചിപ്പം കൊണ്ടുവന്നിട്ടു. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ കോയിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം നേരം ഒബ്സർവ് ചെയ്യാം. നമ്മൾ വണ്ടി ഓഫ് ചെയ്തു, വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ കോയിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, വണ്ടി ഇതേപോലെ ഓഫായി പോകും. ഇതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഫോൾട്ടുകൾ വന്നും പോയിരിക്കും. ഇപ്പോൾ ആക്റ്റീവായിട്ട് നമുക്ക് കാണാം എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് നോ സിഗ്നൽ ഓർ നോട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ട്രബിൾ കോഡാണ് വരുന്നത്. നമ്മളിത് ചിലപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് നോ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മോഡ്യൂൾ നോ സിഗ്നൽ എന്ന് പറഞ്ഞ ആൻറ്റി തെഫ്റ്റ് ഇമ്മൊബിലൈസർ നോ സിഗ്നൽ, അങ്ങനെ കുറേ ട്രബിളുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഫ്യൂസ് ബോക്സിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ക്ലാവൊക്കെ പിടിച്ച് കുറേ ഫ്യൂസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള വയറുകൾ നമുക്കല്ലാതെ ഡയറക്റ്റ് ചെയ്ത് തൽക്കാലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ECയുടെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് എൻ്റെ ECU ഇരിക്കുന്നത്. അപ്പോൾ അത് ECയുടെ റിലേറ്റ് ചെയ്യുന്ന ഫ്യൂസുകളും വയറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്യൂസൊക്കെ ഓക്കെയാണ്. അപ്പോൾ ECUവിൽ നിന്ന് പോകുന്ന വയറിങ് നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ കോൾ ടോപ്പിൻ്റെ അടിയിൽ പോളോ വെൻഡോ വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഈ കോൾ ടോപ്പിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷനിൽ വയർ ഒരഞ്ഞ് പൊട്ടി പോയിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നിലവിൽ ആ ഒരു ഇഷ്യൂ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ECU ഐസൊലേറ്റ് ചെയ്തിട്ട് അതേപോലെ ECU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മറ്റു പല മോഡ്യൂൾസ് ലൈക്ക് ഉള്ളിലുള്ള ഈ കാണുന്ന ബോഡി കൺട്രോൾ മോഡ്യൂളും അതേപോലെ ഇതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് 1 by 1 എല്ലാ വയറിങ് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മാറ്റി സ്വാപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വയറിങ്ങിനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ പുതിയ മോഡ്യൂൾ അടിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ആദ്യമേ നമുക്ക് ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ വയറിങ് ഓക്കെ ആണെന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാ മോഡ്യൂളും ഇതുപോലെ ഐസൊലേറ്റ് ചെയ്തിട്ട് വയറിങ് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള പവറും ഗ്രൗണ്ടും വോൾട്ടും കാര്യങ്ങളും ഓൾറെഡി ചെക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി ഐസൊലേറ്റ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ECU കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ECUയും ക്ലസ്റ്ററും അതേപോലെ വണ്ടിയുടെ കീയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് സ്മാർട്ട് ഓട്ടോമോട്ടീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കോട്ടയത്ത് ഒരു ഷോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഇതുപോലെയുള്ള ECU സംബന്ധമായ റിപ്പയർ വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്, പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ECയുടെ ഇൻറ്റർണൽ കമ്പോണൻസ് എല്ലാം ഇതേപോലെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്തിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വിധം ECUക്ക് കേടുണ്ട്. പരമാവധി ശ്രമിച്ചു, പക്ഷെ വീണ്ടും സംഭവം ഫെയിൽ ആവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പുതിയൊരു ECU വാങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പം പുതിയ ECU VWയുടെ ഒറിജിനൽ ഒരു ECU വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം 1.25 ലക്ഷം രൂപ ചിലവുണ്ട്. സോ നമുക്കൊരു സെക്കൻഡ് ECU അവിടുന്ന് പെയർ ചെയ്തിട്ടുണ്ട്. ആ ECU ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ക്ലസ്റ്റർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാണുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്തു. ഡെൽഫിൻ്റെ വേറൊരു വോക്സ്വാഗൻ്റെ തന്നെ വരുന്ന പോളോയ്ക്ക് തന്നെ വരുന്ന വേറൊരു ECU നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത പാടെ കുറേ ട്രബിൾ കോഡ്സ് നമുക്ക് കാണും. നമ്മൾ ഈ പറഞ്ഞ ട്രബിൾ കോഡ്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വീണ്ടും റീചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ സ്കാനിങ് ഓൺ പ്രോഗ്രസ് ആണ്. സ്കാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രബിൾ കോഡ്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒരുപാട് ട്രബിൾ കോഡ്സ് ചിലപ്പം നേരത്തെ ആക്റ്റീവ് ആയിരുന്ന ഒരുപാട് ട്രബിൾ കോഡ്സ് ഈ കാണുന്ന പോലെ പാസീവ് ആയിട്ടുണ്ട്. ഇറ്റ് മീൻസ് ട്രബിൾ കോഡ്സ് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമുക്ക് ഈ ഫുൾ എല്ലാ മോഡ്യൂളുകളിലുള്ള എല്ലാ ട്രബിൾസും നമ്മൾ, കാരണം ഇത്രയും കമ്പോണൻറ്റ്സ് നമ്മൾ ഊരിയെടുത്തിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ ഇഷ്യൂസ് വരാൻ, ചിലപ്പോൾ നമുക്ക് വേറെ പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത് നമ്മളെല്ലാം കൂടി കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുവാണ്. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ട്രബിൾ കോഡ്സ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് വേറെ ഫോൾട്ടുകളൊന്നും തന്നെ കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഓട്ടോമോട്ടീവ് സൊല്യൂഷനിൽ കൊടുത്തുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ പഴയ ഒറിജിനൽ ഇ സിയിൽ നിന്നുള്ള ഓൾ ഡാറ്റാസ് എല്ലാം അതേപടി തന്നെ അവർ കോപ്പി ചെയ്ത് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഇ സി എടുത്തതിൽ നമുക്ക് കറക്റ്റ് അതേപടി തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. നിലവിൽ വേറെ വാർണിംഗ് ലൈറ്റോ സിമ്പിൾസോ ഒന്നും തന്നെ വണ്ടിയിൽ കാണിക്കുന്നില്ല. വണ്ടി നോർമലി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി നല്ലോണം നല്ലൊരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് സംഭവം കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമ്മൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ പോയി ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കുന്നില്ല. ഇറ്റ് മീൻസ് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഫോൾട്ട് എല്ലാം ക്ലിയർ ആയി എന്നുള്ളതാണ്. മറ്റേ ഈ കോയിൽ ലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലിങ്ക് ചെയ്ത് കൊണ്ടിരിക്കും. അതിനുശേഷം എഞ്ചിൻ ലൈറ്റ് വരും, വണ്ടി ഓഫ് ആയി പോകും. അപ്പോൾ നിലവിൽ ആ ഒരു സീൻ ഇവിടെ ഇല്ല. കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം എത്രയോ മടങ്ങ് ചെറിയ ചിലവിൽ നമുക്ക് ഈ സംഭവം ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മളൊരു ഇ സി എടുക്കണമെങ്കിൽ പുതിയൊരു ഇ സി എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു 3-1 ചിലവിൽ നമുക്ക് ഈ സംഭവം ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കണ്ടൻസ് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും മെക്കാനിക് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും തന്നെ കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഗൾഫ് കൺട്രീസിലാണെങ്കിലും നല്ല ചൂടുള്ള സമയമാണ്. അപ്പം എല്ലാവരും അവരവരുടെ ഹെൽത്ത് നല്ലോണം കെയർ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പണിയിലേക്ക് മുഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയങ്ങ് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ചൂടുകാലമാണ്, പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോകും. അപ്പം വേണ്ട രീതിയിലുള്ള ജ്യൂസും വെള്ളവും മോരൊക്കെ ന്യായമായിട്ട് കുടിച്ചോളുക. ഹെൽത്തിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുക. ശരിയാണ്, നമുക്ക് വർക്ക് ലോഡ് ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുള്ള ടെൻഷൻ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഹെൽത്ത് നമ്മുടെ കൂടെ നിൽക്കുകയല്ല എങ്കിൽ നമ്മളിതെല്ലാം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഹെൽത്ത് കെയർ ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നാട്ടിലിപ്പോൾ ഏതാണ്ട് ഗൾഫിൽ അതേ ചൂടാണ് നാട്ടിലിപ്പോഴത്തെ അവസ്ഥ, അതേപോലത്തെ ചൂടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും അവരുടെ ഹെൽത്ത് നല്ലോണം കെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.